നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സംസ്കൃതം അക്കാദമിക് കൗൺസിൽ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ 19-ന് സംസ്കൃതം ദേശീയ സെമിനാർ സംഘടിപ്പിക്കും. റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള CPIM കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ജില്ലാ വാഹന പ്രചരണ ജാഥ സമാപിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. SDPI പ്രവർത്തകർ P. കരുണാകരൻ MPയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സാമ്പത്തിക സംവരണം നടപ്പിലാക്കാൻ പാർലമെന്റിൽ വോട്ട് ചെയ്ത് പിന്നോക്കക്കാരെ വഞ്ചിച്ചവർ രാജ്യത്തിന്റെ ഭരണഘടനയെയാണ് അട്ടിമറിച്ചതെന്ന് SDPI സംസ്ഥാന കമ്മിറ്റി അംഗം ജലീൽ നീലാമ്പ്ര. സ്പെഷ്യൽ സ്കൂളുകളോടുള്ള അവഗണന. സ്പെഷ്യൽ സ്കൂൾ ജീവനക്കാരും രക്ഷിതാക്കളും മാനേജ്മെന്റും ചേർന്ന് നടത്തിയ കലക്ടറേറ്റ് മാർച്ചിൽ പ്രതിഷേധമിരമ്പി. മഞ്ചേശ്വരം ഹാർബറിനു വേണ്ടി കുടിവെള്ളത്തിനും ശുചീകരണത്തിനുമായി നിർമ്മിക്കുന്ന കിണറിനെതിരെ പ്രതിഷേധം. ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് സമരം ശക്തമാക്കുമെന്ന് നാട്ടുകാർ. ന്യൂ ഇയർ കപ്പിനുള്ള ഇന്ത്യ ശ്രീലങ്ക ഓപ്പൺ ഇൻവിറ്റേഷൻ കരാട്ടെ ചാമ്പ്യൻഷിപ്പിന് കാസർഗോഡ് ജില്ലയിൽ വേദിയൊരുങ്ങുന്നു. പടന്നക്കാട് കാർഷിക കോളേജ് ഓഡിറ്റോറിയത്തിൽ 19, 20 തീയതികളിലാണ് മത്സരം. വാർത്തകൾ വിശദമായി. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സംസ്കൃതം അക്കാദമിക് കൗൺസിൽ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ 19-ന് സംസ്കൃതം ദേശീയ സെമിനാർ സംഘടിപ്പിക്കും. റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിക്കും. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശാനുസരണം പ്രതിവർഷം വ്യത്യസ്ത ജില്ലകളിൽ നടത്തിവരാറുള്ള ദേശീയ സെമിനാറാണ് ഇത്തവണ കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ NA നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിക്കും. DPI, ജില്ലയിലെ വിദ്യാഭ്യാസ ഓഫീസർമാർ, ജനപ്രതിനിധികൾ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ള സംസ്കൃത ഭാഷയിലുള്ള ദേശീയ സെമിനാറാണ് 19-ാം തീയതി നമ്മൾ കാസർഗോഡ് ജില്ലയിൽ വെച്ചിട്ട് നടത്തപ്പെടുന്നത്. കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള വിദഗ്ധർ ഉൾപ്പെടെയുള്ള നമ്മുടെ കേരളത്തിലുള്ള സംസ്കൃത സർവകലാശാലയുടെ പയ്യന്നൂർ പ്രാദേശിക കേന്ദ്രത്തിലെ പ്രൊഫസർ ഉൾപ്പെടെയുള്ള വിദഗ്ധരാണ് സെമിനാർ പദ്ധതി അവതരിപ്പിക്കുന്നത്. രാവിലെ 10:30 മണിക്ക് നമ്മുടെ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടിയാണ് സെമിനാർ ആരംഭിക്കുന്നത്. ഡോക്ടർ സുനിൽകുമാർ, PN മധുസൂദനൻ, EA ഹരികുമാർ, നീലമന ശങ്കരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള CPIM കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഈ ഡിസംബർ ആവുമ്പോഴേക്ക് 1,44,993 കോടി രൂപയാണ് എഴുതി തള്ളാൻ ബാങ്കുകൾ ഇപ്പോൾ രേഖ വെച്ചിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ പാവപ്പെട്ടവന്റെ 1000 രൂപ ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് അപ്പം അടക്കാനും അല്ലെങ്കിൽ ജപ്തി ചെയ്യാനും പോകുന്നൊരു നാട്. ഇന്ത്യയുടെ സാമ്പത്തിക സ്രോതസ് പാടെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വഴിമാറ്റുന്നു എന്നതിൻ്റെ നിദാനമായിട്ട് നമുക്കിതിനെ കാണാൻ വേണ്ടി കഴിയും. TK രാജൻ അധ്യക്ഷത വഹിച്ചു. കാറടുക്ക ഏരിയ സെക്രട്ടറി സിജി മാത്യു റിപ്പോർട്ട് അവതരിപ്പിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KP സതീഷ് ചന്ദ്രൻ, CH കുഞ്ഞമ്പു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VPP മുസ്തഫ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KM മുഹമ്മദ് ഹനീഫ, M സുമതി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി 25 മുതൽ 29 വരെ കോഴിക്കോട്ട് വെച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള വാഹന പ്രചരണ ജാഥ സമാപിച്ചു. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ജാഥയ്ക്ക് കാസർഗോട്ടാണ് സമാപനമായത്. തൃക്കരിപ്പൂരിൽ ആദ്യ സ്വീകരണവും തുടർന്ന് കാഞ്ഞങ്ങാട്ടും ഹൊസങ്കടിയിലും കുമ്പളയിലും സ്വീകരണങ്ങൾ നൽകി. വൈകിട്ട് കാസർഗോട്ട് നടന്ന സമാപന യോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് യൂണിറ്റ് പ്രസിഡന്റ് AK മൊയ്തീൻ കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. ഹോട്ടൽ വ്യവസായികളുടെ കൈകൾക്ക് ചങ്ങലയിടാൻ ശ്രമിച്ചതല്ലാതെ
നിയമസംഘടനകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട ഒരു വിഭാഗമായിട്ട് ഇന്നും ഹോട്ടൽ റബ്ബർ നിലകൊള്ളുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ഒരുപാട് ലൈസൻസുകൾ, ഒരുപാട് പ്രയാസങ്ങൾ, ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടാണ് ഒരു ഹോട്ടൽ നടത്തി മുന്നോട്ട് പോകുന്നത്. മറ്റുള്ള വ്യാപാരികളൊക്കെ ഇന്ന് പ്രവൃത്തി സമയത്ത് വളരെയേറെ കുറവ് വരുത്തിയിട്ടുണ്ട്. പഴയ കാലത്തൊക്കെ 16 മണിക്കൂറും 18 മണിക്കൂറൊക്കെ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ മറ്റുള്ള വ്യാപാര മേഖലകളൊക്കെ ഇന്ന് അത് 10 മണിക്കൂറും 12 മണിക്കൂറുമാക്കി തിരിച്ചു കൊണ്ടുവന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഹോട്ടൽ വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം പുലർച്ചെ 4 മണി മുതൽ രാത്രി 12 മണി വരെയും കേവലം 4 മണിക്കൂറോ 6 മണിക്കൂറോ മാത്രം വിശ്രമിച്ചുകൊണ്ട് നടത്തുന്ന ഒരു വ്യാപാരമായിട്ടാണ് ഇന്ന് ഹോട്ടലുകളെ കാണുന്നത്. ജില്ലാ പ്രസിഡന്റ് താജ് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PC ഭാവ, ജാഥ അംഗങ്ങളായ C ബിജുലാൽ, A അബ്ദുൽ റഹിമാൻ, ജില്ലാ സെക്രട്ടറി നാരായണ പൂജാരി, ജില്ലാ ട്രഷറർ KH അബ്ദുള്ള, IDL മുഹമ്മദ്, വിജയൻ തൃക്കരിപ്പൂർ, ബഷീർ K, S മല്യ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. സാമ്പത്തിക സംവരണം നടപ്പിലാക്കാൻ പാർലമെന്റിൽ വോട്ട് ചെയ്ത പിന്നോക്കക്കാരെ വഞ്ചിച്ചവർ രാജ്യത്തിന്റെ ഭരണഘടനയെയാണ് അട്ടിമറിച്ചതെന്ന് SDPI സംസ്ഥാന കമ്മിറ്റി അംഗം ജലീൽ നിലാമ്പ്ര. SDPI ജില്ലാ കമ്മിറ്റി P കരുണാകരൻ MPയുടെ ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംവരണമെന്നത് പട്ടിണി നിർമ്മാർജ്ജനത്തിനുള്ളതല്ല, പകരം അധികാരത്തിലുള്ള പങ്കാളിത്തമാണ്. മണ്ഡൽ കമ്മീഷൻ അട്ടിമറിച്ച അതേ സവർണ വിഭാഗമാണ് ഇപ്പോൾ പിന്നോക്കക്കാരെ അധികാരത്തിൽ നിന്നും അകറ്റുവാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയത്. BJPയോടൊപ്പം ഇടത് വലത് മുന്നണികൾ ചേർന്ന് വോട്ട് മുന്നോക്ക സംവരണത്തിന് അനുകൂലമായി ചെയ്തത് ഗൗരവത്തോടെയാണ് കാണേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. അന്നത്തെ രാജസദസ്സുകളിൽ ഉണ്ടായിരുന്നത് ഈ 80% വരുന്ന ജാതികളെ പ്രതിനിധീകരിക്കുന്ന ആരും തന്നെ അന്നത്തെ രാജസദസ്സുകളുണ്ടായിരുന്നു. കേരളത്തിലെ രാജസദസ്സുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 90% ബ്രാഹ്മണരായിരുന്നു. കേരളത്തിലെ ഒരു രാജസദസ്സിലും ഒരു ഈഴവനോ അതല്ലെങ്കിൽ ഒരു ദളിതനോ ഉണ്ടായിരുന്നില്ല. അപൂർവം നായർ സമുദായത്തിൽപ്പെട്ട അപൂർവം ആളുകൾ ഉണ്ടായിരുന്നു എന്നത് ഒഴിവാക്കിയാൽ ബാക്കിയുള്ളവർ മുഴുവൻ സവർണ വിഭാഗമായി. ജില്ലാ പ്രസിഡന്റ് NU അബ്ദുൽ സലാം, ഷെരീഫ് പടന്ന, ഖാദർ അറഫ എന്നിവർ സംസാരിച്ചു. വിദ്യാനഗർ ഗവൺമെന്റ് കോളേജ് പരിസരത്ത് നിന്നായിരുന്നു മാർച്ച് ആരംഭിച്ചത്. മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. മാർച്ച് MP ഓഫീസിന്റെ കവാടത്തിൽ പോലീസ് തടഞ്ഞു. ജില്ലാ പ്രസിഡന്റ് NU അബ്ദുൽ സലാം, വൈസ് പ്രസിഡന്റ് ഇക്ബാൽ ഹുസൻഗടി, ജനറൽ സെക്രട്ടറി ഷെരീഫ് പടന്ന, ജില്ലാ സെക്രട്ടറി ഖാദർ അറഫ, മഞ്ചേശ്വരം മണ്ഡലം പ്രസിഡന്റ് അൻസാർ ഹുസൻഗടി, തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഷൗക്കത്ത് അലി തൈക്കടപ്പുറം തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് KCN. സ്പെഷ്യൽ സ്കൂളുകളോടുള്ള അവഗണനയ്ക്കും വിവേചനങ്ങൾക്കുമെതിരെ സ്പെഷ്യൽ സ്കൂൾ ജീവനക്കാരും രക്ഷിതാക്കളും മാനേജ്മെന്റും ചേർന്ന് നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ പ്രതിഷേധമിരമ്പി. K കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്പെഷ്യൽ സ്കൂളുകൾക്ക് സർക്കാർ നിയോഗിച്ച കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ച് തയ്യാറാക്കിയ സമഗ്ര പാക്കേജ് ഈ അധ്യയന വർഷം തന്നെ നടപ്പിലാക്കുക. അർഹതയുള്ള വിദ്യാലയങ്ങൾക്ക് എയ്ഡഡ് പദവി നൽകുക. അധ്യാപകർക്കും അധ്യാപകേതര ജീവനക്കാർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം നടപ്പിലാക്കുക. 18 വയസ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ പരിശീലനവും അർഹമായ തൊഴിലും നൽകുക. കുട്ടികൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയും സാമൂഹ്യനീതി വകുപ്പ് മുഖേനയും നൽകിവരുന്ന ആനുകൂല്യങ്ങൾ കൃത്യമായും സമയബന്ധിതമായും നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്പെഷ്യൽ സ്കൂൾ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുടെ സംയുക്ത സമരസമിതി കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തിയത്. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി സ്പെഷ്യൽ സ്കൂൾ രക്ഷിതാക്കളും അധ്യാപകരും ജീവനക്കാരും മാനേജ്മെന്റുകളും ചേർന്ന് നടത്തുന്ന സമരം ഒരു ധർമ്മസമരമാണെന്നും സമരത്തിനാധാരമായ വിഷയങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ അധ്യയന വർഷത്തിൽ തന്നെ നടപ്പിലാക്കുന്നതിനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുമെന്ന് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത K കുഞ്ഞിരാമൻ MLA പറഞ്ഞു. നമ്മുടെ പഴയ മുമ്പേ ഉണ്ടായിരുന്ന ഗവൺമെൻറ് ഈ സ്കൂളുകളെല്ലാം എയ്ഡഡ് സ്കൂളാക്കി മാറ്റാൻ തീരുമാനിച്ചതായിരുന്നു. എയ്ഡഡ് സ്കൂളാക്കി മാറ്റിയാൽ അതിന് കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം വർദ്ധിക്കും എന്ന് മാത്രമല്ല മറ്റ് സർക്കാർ സ്കൂളിൽ കിട്ടുന്ന പോലത്തെ എല്ലാ ആനുകൂല്യം കിട്ടുമായിരുന്നു. പക്ഷെ ആക്കാൻ തീരുമാനിച്ചു എന്നല്ലാതെ നടപ്പിലാക്കിയില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതങ്ങനെയാണല്ലോ ചെയ്ത് നടപ്പാക്കുന്നതിനും പറയുന്നതിനും എളുപ്പമാണ്, നടപ്പാക്കി എന്ന് പറയുന്നത്. അത് പ്രാവർത്തികമാക്കലാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രയാസം തന്നെയാണത്. അത് പരിഹരിക്കണമെന്നല്ലാണ് നമ്മൾ ഇതിൽ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ അടിസ്ഥാനപരമായ മറ്റ് പല കാര്യങ്ങളും ഇതിൽ പരിഹരിക്കേണ്ടതുണ്ട്. ഇതിൽ പോകുന്ന കുട്ടികൾക്ക് അവിടെ
വേണ്ട മറ്റ് പരിചരണങ്ങളും വാഹന സൗകര്യങ്ങളൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. സ്പെഷ്യൽ സ്കൂൾ രക്ഷിതാക്കളുടെ സംസ്ഥാനതല സംഘടനയായ പേഡ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി മുഹമ്മദ് അസ്ലം അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ഹരീഷ് പി നായർ, CPI നേതാവ് ടി കൃഷ്ണൻ, LJD ജില്ലാ പ്രസിഡന്റ് AV രാമകൃഷ്ണൻ, INL ജില്ലാ സെക്രട്ടറി അസീസ് കടപ്പുറം, ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് മുബാറക് മുഹമ്മദ് ഹാജി, സംയുക്ത സമരസമിതി ചെയർമാൻ MC ജേക്കബ്, കൺവീനർ AT ജേക്കബ്, സ്പെഷ്യൽ സ്കൂൾ മേഖലയിലെ വിവിധ സംഘടനാ പ്രതിനിധികളായ ABM അഷ്റഫ്, N സുരേഷ്, സിസ്റ്റർ ജിസ്മരിയ, ബീന സുഗു, സബിത സന്ദീപ്, സിസ്റ്റർ സജിത, KC അബ്ദുൽ റഹ്മാൻ കരോടി, സുരേന്ദ്രൻ, K ചിണ്ടൻ, AA അബ്ദുൽ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ആവശ്യങ്ങളടങ്ങുന്ന നിവേദനം ജില്ലാ കളക്ടർ D സജിത് ബാബുവിന് സമർപ്പിച്ചു. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് ബാലഭവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷ സമാപന സമ്മേളനം 19-ന് നടക്കും. നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1993 മുതൽ പ്രവർത്തനമാരംഭിച്ച കാസർഗോഡ് ബാലഭവൻ സ്കൂളിന്റെ സിൽവർ ജൂബിലിയുടെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. സമാപന ദിവസമായ 19-ന് സാംസ്കാരിക സദസ്സും വിപുലമായ മറ്റ് കലാപരിപാടികളും സംഘടിപ്പിക്കും. പുലിക്കുന്ന് ഭഗവതി സഭാഭവൻ ഹാളിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ಇದರ ಕಾರ್ಯಕ್ರಮವು ನಾಡ್ದು 19ನೇ ತಾರೀಕು 50 ಭಗವತಿ ಕ್ಷೇತ್ರದ ಸಭಾಂಗಣದಲ್ಲಿ ಜರಗಲಿದೆ. ಬೆಳಿಗ್ಗೆ ಉದ್ಘಾಟನೆಯನ್ನು ನಮ್ಮ ಸಚಿವರಾದಂತಹ ಎನ್.ಕೆ. നെല്ലിക്കുന്നವರು ഉദ്ഘാടനത്തിലേറും. K ജയന്തി, ലീലാവതി K നായർ, ബാലഗോപാലൻ നായർ, KN വെങ്കിട്ടരമണ ഹൊള്ള എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുമ്പള മള്ളങ്കൈ ഫഖീർ വലിയുല്ലാഹി മഹാമുറുസിന് ഇന്ന് തുടക്കം. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 3 വർഷത്തിലൊരിക്കൽ നടത്തിവരാറുള്ള മള്ളങ്കൈ മഖാമിൽ ഉറൂസിന് ഇന്ന് തുടക്കമായി. ഉറൂസിനോടനുബന്ധിച്ച് ജനുവരി 26 വരെ കേരള, കർണാടക സംസ്ഥാനങ്ങളിലും ഗൾഫ് നാടുകളിലും പ്രസിദ്ധരായ വിവിധ മതപണ്ഡിതന്മാർ പങ്കെടുക്കുന്ന മതപ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കും. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ മള്ളങ്കൈ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട ഫഖീർ അവരുടെ പേരിൽ 3 വർഷത്തിലേക്ക് കഴിച്ചു വരാനുള്ള ഉറൂസും ജമാഅത്ത് ലെവൽ 20 ജനുവരി 27 ഞായറാഴ്ച പകൽ നടത്തപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടനുബന്ധിച്ച് ജനുവരി 17 മുതൽ 26 വരെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന മതപ്രഭാഷണ പരിപാടിയിൽ കേരളത്തിലെ പ്രശസ്തരും പ്രഗത്ഭരുമായ വാഗ്മികൾ സംബന്ധിക്കുന്നു. കൂടാതെ ആത്മീയ നേതാക്കളും ഇതിൽ സംബന്ധിക്കുന്നു. കുമ്പോൾ സയ്യിദ് K സാറ്റക്കോയ തങ്ങൾ പതാക ഉയർത്തിയതോടെയാണ് ഉറൂസിന് തുടക്കമായത്. രാത്രി 8 മണിക്ക് മംഗളൂരു ഗാസി ത്വാക്ക അഹമ്മദ് മുസ്ലിയാർ പരിപാടി ഉദ്ഘാടനം ചെയ്യും. അഷ്റഫ് റഹ്മാനി ചൌക്കി മുഖ്യ പ്രഭാഷണം നടത്തും. ഖത്തീബ് മുഹമ്മദ് ഫൈസി, ജമാഅത്ത് പ്രസിഡന്റ് മെഹമ്മൂദ് ഹാജി തുടങ്ങിയവർ സംബന്ധിക്കും. ജനുവരി 25-ന് സ്വലാത്ത് വാർഷികവും 26-ന് ബുർദ ആസ്വാദന സദസ്സും സമാപന ദിവസമായ 27-ന് റഫ് റാത്തീബും സംഘടിപ്പിക്കും. ഉറൂസ് കമ്മിറ്റി പ്രസിഡന്റ് ഹസൈനാർ ഹാജി, ജനറൽ സെക്രട്ടറി അബ്ദുൽ റഹ്മാൻ മീരാൻ, ജമാഅത്ത് കമ്മിറ്റി ട്രഷറർ യൂസുഫ് ഹാജി, മറ്റ് ഭാരവാഹികളായ ഹനീഫ് M കൽമാട്ട, മുഹമ്മദ് മൂസ ഹാജി, സത്താർ കാണ്ടൽ, മൂസ നിസാമി, അബ്ദുൽ ഖാദർ MP, ഇബ്രാഹിം ഗുറുമ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തളങ്കര കാനക്കോട് ബന്തുക്കുടി തറവാട്ടിലെ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ കൂവമളക്കൽ ചടങ്ങിലേക്കുള്ള നെല്ലിനായി ചെയ്ത കൃഷിയിൽ 100 മേനി വിളവ്. കുടുംബാംഗമായ നെല്ലിക്കുന്നിലെ പത്മനാഭസ്വാമിയുടെ കൃഷിയിടത്തിലാണ് വിത്ത് ഇറക്കിയത്. കൃഷിയിടത്തിൽ നിന്നും കൂവം അളക്കൽ ചടങ്ങിലേക്ക് 61 പറ നെല്ല് ശേഖരിച്ചു. നാടിന്റെ ഉത്സവമായ കൊയ്ത്തുത്സവത്തിൽ നിരവധി പേർ പങ്കെടുത്തു. റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ്മ, നാടിന്റെ ആകെ കൂട്ടായ്മയായിട്ടാണ് ഇത്തരം ഉത്സവങ്ങളൊക്കെ തികഞ്ഞും മതേതരമായ സ്വഭാവത്തോടു കൂടി എല്ലാ വിഭാഗത്തെയും ഉൾക്കൊള്ളുന്ന വലിയ ചടങ്ങുകളായിട്ടാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ നടത്തുന്നത്.
നമ്മുടെ കുടുംബാംഗങ്ങൾക്ക്, ബന്ധുക്കൾക്ക്, വേണ്ടപ്പെട്ടവർക്ക്, നാട്ടുകാർക്ക്, സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഒന്നിച്ചു ചേരാൻ കഴിയുന്ന ഒരു വലിയ മഹോത്സവമായി ഇത് മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മഹോത്സവ കമ്മിറ്റി ചെയർമാൻ രാജൻ പെരിയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ എൻ സതീശൻ, തറവാട് കമ്മിറ്റി പ്രസിഡന്റ് കെ എൻ രാജേന്ദ്രൻ, തറവാട് കാരണവർ നാരായണൻ കാനാക്കോട്, ശ്രീ ഭഗവതി സേവാസംഘം പ്രസിഡന്റ് കൃഷ്ണൻ കൂടൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. മഞ്ചേശ്വരം ഹാർബറിന് വേണ്ടി കുടിവെള്ളത്തിനും ശുചീകരണത്തിനുമായി നിർമ്മിക്കുന്ന കിണറിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. ഇതിനെതിരെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് സമരം ശക്തമാക്കുമെന്ന് നാട്ടുകാർ അറിയിച്ചു. കുടിവെള്ളക്ഷാമം നേരിടുന്ന മുസോഡിയിൽ കിണർ നിർമ്മിക്കുന്നത് ജലക്ഷാമം രൂക്ഷമാക്കുമെന്നും ഉപ്പുവെള്ളം കയറുവാൻ കാരണമാകുന്നുവെന്നുമാണ് പരാതി. ഇതേ തുടർന്നാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. കിണർ നിർമ്മിക്കുന്നതിനെതിരെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് സമരം ശക്തമാക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഈ നാട്ടിലെ മൊത്തം വെള്ളം മഴക്കാലത്ത് ഒഴുകിയിട്ട് ഈ പുഴയിലോട്ടാണ് പോകുന്നത്. അതിന് തടസ്സം സൃഷ്ടിച്ചിട്ടാണ് ഇവിടെ ഈ കിണർ ഒഴിക്കുന്നത്. അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് നാട്ടുകാർ എതിർക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഐസ് പ്ലാന്റിനും അയിലും ഹാർബറിനും മൊത്തം വെള്ളം ഇവിടുന്ന് എടുക്കാനാണ് അവരുടെ ഉദ്ദേശം. അത് ഞങ്ങൾക്ക് അനുവദിച്ച് കൊടുക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ഇവിടെ ചുറ്റും നിൽക്കുന്ന ആൾക്ക് ഇനി മാർച്ച് ഏപ്രിൽ മാസത്തിൽ വെള്ളം അല്ലെങ്കിൽ തന്നെ പറ്റുന്ന സമയമാണ്. അപ്പോൾ ഇവരും കൂടി ഇത് ഊറ്റിക്കൊണ്ടുപോയാൽ ഞങ്ങൾക്ക് ഈ പള്ളി ഇത് 100 മീറ്റർ ദൂരമാണ് പള്ളിയുള്ളത്. ആ പള്ളിയിലുള്ള വെള്ളം കൂടി, ആ കിണറിൻ്റെ വെള്ളം കൂടി ഇത് വലിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും ഇത് അനുവദിച്ച് കൊടുക്കുന്ന പ്രശ്നമില്ല. ഇവിടെ കിണർ കിടച്ചാൽ ഞങ്ങൾക്ക് ആശങ്ക നാട്ടുകാർക്ക് എന്തെന്ന് പറഞ്ഞാൽ ഉപ്പുവെള്ളം വരും എന്നുള്ള ഭയമാണ്. അതുകൊണ്ട് ഇവിടെ അത് പാടില്ല എന്നാണ് നാട്ടുകാർ. അതെ, വെള്ളം പറ്റുകയും ചെയ്യും, അതുപോലെ തന്നെ ഉപ്പുവെള്ളം വരികയും ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഇതിലേക്ക് ആവർത്തിച്ചിട്ട് വീണ്ടും പറയാണ് ഇവിടെ ഇത് പാടില്ല എന്നുള്ളത്. എന്നാൽ നാട്ടുകാരുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്നും ഹാർബർ പ്രദേശത്ത് ഉപ്പുവെള്ളമായതിനാലാണ് ഇവിടെ കിണർ കുഴിക്കുവാൻ തീരുമാനിച്ചതെന്നും ഹാർബർ അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് KCN. സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചീമേനി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. ബോംബേർ കേസിലെ പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ഹക്കീം കുനിൽ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗവും നെഹ്റു കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പലുമായ ഡോക്ടർ PV പുഷ്പജയുടെ വീടിന് നേരെ സ്റ്റീൽ ബോംബെറിഞ്ഞ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു KSSP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചീമേനി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടന്നത്. പോലീസ് സ്റ്റേഷൻ മാർച്ചിന് ശേഷം നടത്തിയ ധർണ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് U ശേഖരൻ നായർ അധ്യക്ഷനായി. KPC അംഗം കരിമ്പിൽ കൃഷ്ണൻ, KSSP സംസ്ഥാന സെക്രട്ടറി T കരുണാകരൻ മാസ്റ്റർ, സെക്രട്ടേറിയറ്റ് അംഗം പലേരി പത്മനാഭൻ, യൂത്ത് കോൺഗ്രസ് നേതാവ് T ധനേഷ്, സരോജിൻ ടീച്ചർ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ET സെബാസ്റ്റ്യൻ സ്വാഗതവും ട്രഷറർ PC സുരേന്ദ്രൻ നായർ നന്ദിയും പറഞ്ഞു. കേസ് സംബന്ധിച്ച ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. ചിത്താരി കടപ്പുറം കളരി ഭഗവതി ആഞ്ജനേയ മഠത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. ചിത്താരി കടപ്പുറം കളരി ഭഗവതി ആഞ്ജനേയ മഠത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എത്തി. വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടി ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി. നിരവധി ആളുകൾ കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ പങ്കാളികളായി. സർവൈശ്വര്യ വിളക്കുപൂജയും തുടർന്ന് പൂരക്കളിയും നടന്നു. 17-ന് വിവിധ പൂജകൾ നടക്കും. രാത്രി 7 മണിക്ക് മാതൃസമിതിയുടെ തിരുവാതിര അരങ്ങേറും. 18-ന് വിവിധ പൂജകളും ഭജനാമൃതവും നടക്കും. ബേക്കൽ ഫോർട്ട് ലയൺസ് ക്ലബിന്റെ ഈ വർഷത്തെ നവരത്ന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പുരസ്കാര വിതരണം ഫെബ്രുവരി 4-ന് കാഞ്ഞങ്ങാട് ആകാശ് കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ബേക്കൽ ഫോർട്ട് ലയൺസ് ക്ലബിന്റെ ഈ വർഷത്തെ നവരത്ന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കാസർഗോഡ് ജില്ലയുടെ അഭിമാന താരങ്ങളും വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരുമായ 9 പ്രമുഖ വ്യക്തിത്വങ്ങൾക്കാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. പ്രശസ്ത സംഗീതജ്ഞനും സംഗീത സംവിധായകനും ചലച്ചിത്ര പിന്നണി ഗായകനുമായ കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ സംഗീതരത്നം പുരസ്കാരത്തിന് അർഹനായി. കാരുണ്യരംഗത്തെ മികച്ച മാതൃകയായ ബേക്കൽ പോലീസ് സബ് ഇൻസ്പെക്ടർ KP വിനോദ് കുമാറാണ് കാരുണ്യരത്നം. ആരോഗ്യ മേഖലയിൽ മലയോര മേഖലയുടെ സാന്ത്വന സ്പർശമായ ഡോക്ടർ MA സമദിന് ആരോഗ്യരത്ന പുരസ്കാരവും സമ്മാനിക്കും. സാമൂഹ്യ രംഗത്തെ മികച്ച
മികച്ച പ്രവർത്തനത്തിന് സി രാജൻ പെരിയെ സാമൂഹ്യരത്നം പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തു. നിർമ്മാണ രംഗത്തെ മികവിന് ബഷീർ മാളികയിൽ നിർമ്മാണരത്നം പുരസ്കാരത്തിന് അർഹനായി. വ്യാപാര രംഗത്തെ മികവിന് റിയൽ ഹൈപ്പർ മാർക്കറ്റ് പാർട്ണർ ഫൈസൽ CP വ്യാപാരരത്നം പുരസ്കാരത്തിനും അർഹനായി. യുവ വ്യവസായി CM നിസാർ യുവരത്നം പുരസ്കാരത്തിന് അർഹനായി. പ്രവാസ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഹാരിസ് പള്ളിപ്പുഴ പ്രവാസിരത്നം പുരസ്കാരത്തിനും അർഹനായി. കേരള ബദിരമുഖ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ മുഹമ്മദ് സുഹൈലാണ് കായികരത്നം പുരസ്കാരം നേടിയത്. ഫെബ്രുവരി 4-ാം തീയതി കാഞ്ഞങ്ങാട് ആകാശ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ഫെബ്രുവരി 4-ന് തിങ്കളാഴ്ച വൈകിട്ട് 6:30-ന് കാഞ്ഞങ്ങാട് ആകാശ് കൺവെൻഷൻ സെന്ററിലാണ് പുരസ്കാര വിതരണം നടക്കുന്നത്. തുടർന്ന് ഗസൽ ഗായകൻ, സംഗീത സംവിധായകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായ ഷഹബാസ് അമന്റെ ഗസൽ സന്ധ്യയും നടക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ബേക്കൽ ഫോർട്ട് ലയൺസ് ക്ലബ് പ്രസിഡന്റ് സുകുമാരൻ പൂച്ചക്കാട്, സെക്രട്ടറി PK പ്രകാശൻ, പ്രോഗ്രാം ഡയറക്ടർ അഷ്റഫ് കൊളവയൽ, MB ഹനീഫ്, അൻവർ ഹസൻ, ഹാറൂൺ ചിത്താരി, PM അബ്ദുൽ നാസർ തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടപ്പുറം കടിഞ്ഞുമൂല പാലം യാഥാർത്ഥ്യമാകുന്നു. നിർമ്മാണത്തിനു മുന്നോടിയായുള്ള മണ്ണ് പരിശോധന തുടങ്ങി. നഗരസഭാ ചെയർപേഴ്സൺ പ്രൊഫസർ KP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. നീലേശ്വരം കോട്ടപ്പുറം കടിഞ്ഞുമൂല പാലം നിർമ്മാണത്തിന്റെ മുന്നോടിയായാണ് മണ്ണ് പരിശോധന തുടങ്ങിയത്. തിരുവനന്തപുരം ആസ്ഥാനമായ RTF ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ് മണ്ണ് പരിശോധന നടത്തുന്നത്. മണ്ണ് പരിശോധനയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ നിർവഹിച്ചു. 20 ദിവസത്തിനുള്ളിൽ മണ്ണ് പരിശോധന നടത്തി ഇൻവെസ്റ്റിഗേഷൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കും. പുഴയുടെ 2 ഭാഗത്തുമുള്ള സമീപന റോഡിന്റെ സമ്മതപത്രം മുൻപേ നൽകിയിരുന്നു. പാലം യാഥാർത്ഥ്യമായാൽ കോട്ടപ്പുറം വൈകുണ്ഠക്ഷേത്രം, CH മുഹമ്മദ് കോയ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, അച്ചാന്തുരുത്തി എന്നിവിടങ്ങളിലേക്ക് കടിഞ്ഞുമൂല വഴി എളുപ്പത്തിലെത്താൻ സാധിക്കും. M രാജഗോപാലൻ MLAയുടെ ശ്രമഫലമായാണ് പാലത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. വൈസ് ചെയർപേഴ്സൺ V ഗൗരി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AK കുഞ്ഞികൃഷ്ണൻ, PV മുഹമ്മദ് റാഫി, PM സന്ധ്യ, പൊതുമരാമത്ത് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ E സഹജൻ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂ ഇയർ കപ്പിനുള്ള ഇന്ത്യ ശ്രീലങ്കൻ ഓപ്പൺ ഇൻവിറ്റേഷൻ കരാട്ടെ ചാമ്പ്യൻഷിപ്പിന് കാസർഗോഡ് ജില്ലയിൽ വേദിയൊരുങ്ങുന്നു. പടന്നക്കാട് കാർഷിക കോളേജ് ഓഡിറ്റോറിയത്തിൽ 19, 20 തീയതികളിലായാണ് മത്സരം. ജില്ലയിൽ ആദ്യമായാണ് മത്സരവേദി ഒരുക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. ന്യൂ ഇയർ കപ്പിന് വേണ്ടിയുള്ള ഇന്ത്യ ശ്രീലങ്ക ഓപ്പൺ ഇൻവിറ്റേഷൻ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് 19, 20 തീയതികളിൽ പടന്നക്കാട് നടക്കും. ജില്ലയിൽ ആദ്യമായി നടക്കുന്ന മത്സരത്തിന് കാർഷിക കോളേജ് ഓഡിറ്റോറിയം വേദിയാകുമെന്ന് ബുജുട്സ് ഷിറ്റോറിയോ കരാട്ടെ ദേശീയ പ്രസിഡന്റ് ഷാജു മാധവൻ, സെക്രട്ടറി ജിൻസ് മാത്യു, വൈസ് പ്രസിഡന്റ് വിൻസെന്റ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സബ് ജൂനിയർ കേഡറ്റ്, ജൂനിയർ, അണ്ടർ 21, സീനിയർ വിഭാഗങ്ങളിലായാണ് മത്സരം. കേരളം, തമിഴ്നാട്, കർണാടകം, പോണ്ടിച്ചേരി, തെലങ്കാന, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ നിന്നും വിവിധ ക്ലബ്ബുകളെ പ്രതിനിധീകരിച്ച് 80 കാറ്റഗറികളിലായി 500-ൽ പരം കായിക താരങ്ങൾ പങ്കെടുക്കും. കൂടുതൽ പോയിന്റ് നേടുന്ന ക്ലബിന് 10,000 രൂപയും ട്രോഫിയും നൽകും. 19 രാവിലെ 11-ന് M രാജഗോപാലൻ MLA മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 2ാം ദിവസമായ 20-നാണ് ഇന്ത്യ ശ്രീലങ്ക മത്സരം. അന്ന് വൈകിട്ട് 5-ന് ചേരുന്ന സമാപന സമ്മേളനത്തിൽ കാഞ്ഞങ്ങാട് DYSP PK സുധാകരൻ സമ്മാനദാനം നിർവഹിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സംസ്കൃതം അക്കാദമിക് കൗൺസിൽ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ 19-ന് സംസ്കൃതം ദേശീയ സെമിനാർ സംഘടിപ്പിക്കും. റവന്യൂ വകുപ്പ് മന്ത്രി E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള CPIM കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ജില്ലാ വാഹന പ്രചരണ ജാഥ സമാപിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. SDPI പ്രവർത്തകർ P കരുണാകരൻ MPയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സാമ്പത്തിക സംവരണം നടപ്പിലാക്കാൻ പാർലമെന്റിൽ വോട്ട് ചെയ്ത് പിന്നോക്കക്കാരെ വഞ്ചിച്ചവർ രാജ്യത്തിന്റെ ഭരണഘടനയെയാണ് അട്ടിമറിച്ചതെന്ന് SDPI സംസ്ഥാന കമ്മിറ്റി അംഗം ജലീൽ നീലാംബ്ര. സ്പെഷ്യൽ സ്കൂളുകളോടുള്ള അവഗണന, സ്പെഷ്യൽ സ്കൂൾ ജീവനക്കാരും രക്ഷിതാക്കളും മാനേജ്മെന്റും ചേർന്ന് നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ പ്രതിഷേധമിരമ്പി. മഞ്ചേശ്വരം ഹാർബറിനു വേണ്ടി കുടിവെള്ളത്തിനും ശുചീകരണത്തിനുമായി നിർമ്മിക്കുന്ന കിണറിനെതിരെ പ്രതിഷേധം. ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് സമരം ശക്തമാക്കുമെന്ന് നാട്ടുകാർ. ന്യൂ ഇയർ കപ്പിനുള്ള ഇന്ത്യ ശ്രീലങ്ക ഓപ്പൺ ഇൻവിറ്റേഷൻ കരാട്ടെ ചാമ്പ്യൻഷിപ്പിന് കാസർഗോഡ് ജില്ലയിൽ വേദിയൊരുങ്ങുന്നു. പടന്നക്കാട് കാർഷിക കോളേജ് ഓഡിറ്റോറിയത്തിൽ 19, 20 തീയതികളിലാണ് മത്സരം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.